ചെയ്യാൻ പോകുന്ന വീഡിയോ മീൻകറിയാണ്. തെരണ്ടി മീനാണിത്. 3 മീനാണ്, ചെറിയ 3 തെരണ്ടിയാണിത്. ഇങ്ങനെ പൊളിച്ച് ഇതിൻ്റെ തലവശമാണ്, എല്ലാം പീസാക്കി വെച്ചേക്കുന്നതാണ്. ചെറിയതായിരുന്നു 3 അതിന് ചേർക്കാനുള്ള ചേരുവകൾ: സവോള, ചെറിയ സവോളയാണ്, 3 സവോള അതിൽ ചതച്ച് വെച്ചേക്കുന്നതാണിത്. തക്കാളിക്ക, ഒരു മുഴുത്ത തക്കാളിക്കയാണ്, അത് ചെറുതായിട്ട് അരിഞ്ഞത്. പുളി, 4 കഷ്ണം പുളിയാണിത്. ഇത് ചെറുതായിട്ട് കീറി ഉപ്പും വെള്ളം കൂടി ഒഴിച്ചിട്ടേക്കാണ്, അപ്പം നല്ലപോലെ പുളി ഇറങ്ങും. അതിന് വേണ്ടിയിട്ടാണ്. തേങ്ങാക്കൊത്ത്, ഒരു 2 പൂള് തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞ് കനം കുറച്ച് അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. 2 പച്ചമുളക് പൊളന്ന് വെച്ചേക്കുന്നത്, 2 പച്ചമുളക് പൊളന്ന് വെച്ചേക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളി, ഇഞ്ചി ഒരു 4 ചുള, വെളുത്തുള്ളി ഒരു 4 ചുള, ഇഞ്ചി ഒരു ചെറിയ ഒരു കഴഞ്ച് ഇഞ്ചിയാണ് ചതച്ച് വെച്ചേക്കാണ്. ജീരകം പൊടിച്ചതാണിത്. ഇത് തേങ്ങ ഞാൻ വറുത്തതാണ്, അത് നല്ലപോലെ മൂപ്പിച്ചിട്ടുമില്ല. എന്നാൽ പച്ച തേങ്ങയാണിത്. തേങ്ങ ഞാനിത് വറുത്താണ്, വറുത്തെങ്കിലും അധികം മൂപ്പിച്ചിട്ടുമില്ല. എന്നാൽ പച്ചയല്ലാത്തൊരു പരുവത്തിലാണ് വറുത്തെടുത്തിരിക്കുന്നത്. ഒരു പച്ച ചുവ കാണും, അതിന് വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. കുരുമുളക് പൊടി ഒരു ചെറിയ സ്പൂണിന് 1 സ്പൂണാണ് ഇടുന്നത്. ഇത് കുരുമുളക് പൊടിയാണ്. കടുക്, ഉലുവാപ്പൊടി 1 സ്പൂൺ ഇടുന്നു. കറിവേപ്പില എടുത്തുകൊണ്ട് വന്നില്ല, കറിവേപ്പില കാണിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ചൂട്, നമുക്ക് അത് ആദ്യം ഈ തേങ്ങാക്കൊത്തൊന്ന് വറുത്ത് കൂടിയെടുക്കാം. കൊത്ത് മൂത്ത് ഈ തേങ്ങാക്കൊത്ത് ഇടയ്ക്ക് കടിക്കുന്നത് നല്ലതാണ് മീൻ കറിയുടെ കൂടെ. എന്നിട്ട് നമുക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുകയാണ്. കടുക് 1 സ്പൂൺ ഇട്ടു. കറിവേപ്പില ചതച്ചതാണ്, സവോള, ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കൂടാണ് ഇടുക. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും പച്ചമുളക് പുറമേക്ക് ഇട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വരുവാണ്. ഇഞ്ചിരകം ചതച്ചൊന്നിടാം. 1/4 സ്പൂണാണ്. മല്ലിപ്പൊടി സാധാരണ മീൻ ചേർക്കത്തില്ല, എന്നാലും ഞാൻ ശകലം ചേർക്കും ചില മീനിന്. എന്നാൽ 1 സ്പൂണാണ് മല്ലിപ്പൊടി. മുളക് പൊടി, ഇത് നാടൻ മുളക് പൊടി കാശ്മീരി കൂടി മിക്സ് ചെയ്തതാണ്. പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും എല്ലാം നല്ലപോലെ വഴഞ്ഞ് ഇതിലേക്ക് നമുക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്ത കഴുകിയെടുത്ത വെള്ളമാണ്. ഇത് ഒരു ശകലം ഇതിലിട്ട് ഒഴിക്കുകയാണ്. അതുകൂടാതെ ഒരു ശകലം വെള്ളം കൂടി ഒഴിച്ചൊന്ന് വഴറ്റുവാണ്. നല്ല കറിക്കൊരു കൊഴുപ്പും ടേസ്റ്റും വരും അരപ്പിനൊക്കെ. നമ്മുടെ അരപ്പ് നല്ലപോലെ വഴന്നു, വെള്ളമെല്ലാം വഴറ്റി നല്ലപോലെ വഴന്ന് എണ്ണ തെളിയാൻ തുടങ്ങി. നമ്മുടെ അരപ്പ് നല്ലപോലെ വഴന്ന് എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങി. അതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. പുളി വെള്ളം കൂടി കൂട്ടി ഒഴിക്കാം.
ഒഴിക്കണം. ചാറിൻ്റെ ചാറിൻ്റെ അനുസരിച്ചുള്ള വെള്ളം ഒഴിക്കുകയാണ്. അതിന് വെള്ളമില്ല. കാൽ സ്പൂണ് ഉലുവാപ്പൊടിയാണ്, സ്പൂണ് കുരുമുളക് പൊടി, കറിവേപ്പില 3-4 ഉപ്പ്. പുളിയുടെ അവിടെ ഉപ്പും വെള്ളം കൂടെ വെച്ചാൽ പുളി വെള്ളത്തിലിട്ട്, അതുകൊണ്ട് ഉപ്പ് ഒരു കാൽ സ്പൂണേ ഇടുന്നുള്ളൂ. ഇവിടെ അരപ്പ് തിളച്ച് ഇനി അതിലേക്ക് മീൻ കഷ്ണം പെറുക്കി ഇടുകയാണ്. ഇതെനിയും വേഗട്ടുണ്ടെന്ന് ഒരു പകുതി മുക്കാൽ വേകുമ്പോൾ നമ്മുടെ തേങ്ങ വറുത്തത് അരച്ച് ചേർത്ത് ഇടണം. മീൻകറി പകുതി മുക്കാലും വേവായി. ചാറിച്ചിടാൻ പറ്റാനുണ്ട്. നമുക്ക് നമ്മൾ തേങ്ങ അരച്ചത് പച്ചത്തേങ്ങ ചാറ്റ് ചേർക്കുമ്പോഴത്തേക്ക് പച്ചച്ചൊവ്വ എങ്ങനെയാണേലും വരും. നല്ലപോലെ മൂത്ത് അരയ്ക്കുമ്പോഴത്തേക്ക് തീയലിൻ്റെ രുചിയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കളറ് ഈ മൂക്കിൽ വറുത്ത് കോരി അരച്ചിട്ട് നമുക്കിതിനെ ഒഴിക്കാം. ഉണ്ട്, എല്ലാം ഉണ്ട് കണക്കിന്. അപ്പം നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിക്കയും കുരുമുളകിൻ്റെയും പെരുംജീരകത്തിൻ്റെ എല്ലാം നല്ലൊരു മണമാണ് വരുന്നത്. നല്ല സ്മെല്ലാണ്. നിങ്ങൾ ഇതുപോലെ വെച്ച് നോക്കണം, നല്ല സ്വാദാണ്. ഇതും കൂടി നിന്ന് ഇത് പറ്റണം, ചാറ് ചെയ്യാൻ പറ്റണ്ട, ഒത്തിരി ചാറ് വേണ്ട. അപ്പം മീൻകറി ഒന്ന് നോക്കാം. മീൻകറി റെഡിയായി. മീൻകറിയാണ്. നമ്മുടെ മീൻകറി റെഡിയായി. നല്ല ഇത് വന്നിട്ടുണ്ട്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.